നമസ്കാരം ടീച്ചർമാരെ. ഇന്ന് ഓഗസ്റ്റ് 12, 2025 ഓഗസ്റ്റ് 12 ഇൻ്റർനാഷണൽ യൂത്ത് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഒരു CBO കണ്ടക്ട് ചെയ്യാൻ നിങ്ങൾ എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CB എങ്ങനെ പോർഷൻ ട്രാക്കിൽ എൻ്റർ ചെയ്യാമെന്നൊക്കെയാണ് നോക്കുന്നത്. നിങ്ങൾക്കറിയാം CBയിലേക്ക് ഒരു ടീം വേണം. ഇത്തവണത്തെ ടീം വരുന്നത് പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യുന്നത് പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് എന്ന് പറഞ്ഞ ടീമിലാണ് നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. ഈ CB പോർഷൻ ട്രാക്കറിൽ എൻ്റർ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. എന്തായാലും പുതുതായി കുറച്ച് ടീച്ചർമാരുള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് പറയുന്നു എന്ന് മാത്രം. ഓൾറെഡി ഇതിൻ്റെ വേഡ് ഫയലൊക്കെ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് ജസ്റ്റ് അതിന് വേഡ് ഫയൽ ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം ആദ്യം തന്നെ. അതായത് അതിൽ പറയുന്നത് ഇത് ഇൻ്റർനാഷണൽ യൂത്ത് ഡേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനെ കുറച്ചൊരു 4-5 പേജുണ്ട്. അപ്പോൾ എന്താണ് രാജ്യത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളും, അതുമാത്രമല്ല അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കഴിക്കണം, അതേപോലെ എന്തൊക്കെ നമ്മൾ ഒഴിവാക്കണം, അതായത് മയക്കുമരുന്ന് മദ്യപാനമൊക്കെ ഒഴിവാക്കണം, ഇത്തരത്തെ യുവജനതയെ നല്ല രീതിയിൽ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമാണ്. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ് നടത്താം. നമുക്ക് നേരിട്ട് പോർഷൻ ട്രാക്കറിൽ പോവാം. പോർഷൻ ട്രാക്കറിൽ പോയാൽ നിങ്ങൾക്കറിയാം ഈ CB എൻ്റർ ചെയ്യുന്നത് അറിയാത്തൊരു താഴെ മോറുണ്ട്. ആ മോർ അമർത്തുക. താഴെയുള്ള ആ മോർ അമർത്തി കഴിഞ്ഞാൽ താഴെ കുറേ ഇതിലുണ്ട്. അതിൽ ഇവൻറ്റ്സ് 4-ാമതായിട്ട് വരും. ആ ഇവൻറ്റ്സ് അമർത്തുക. ഇവൻറ്റ്സ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ വരും. മോർ അമർത്തുക. അതിനുശേഷം ഇവൻറ്റ്സ് അമർത്തുക. ഇവൻറ്റ്സ് അമർത്തിയതിന് ശേഷം ഇവിടെ കുറേ എണ്ണം വരും. അതിൽ CB രണ്ടാമതുണ്ട്. അതാണല്ലോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ്സ്. ആ CB അമർത്തുക. CB അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് ഈ മാസത്തെ 2ാമത്തെ CB ആണ്. ഓൾറെഡി ബ്രസ്റ്റ് ഫീഡിംഗ് ഡേയോടനുബന്ധിച്ച് വീക്കിനോടനുബന്ധിച്ച് നമ്മൾ 4-ാം തീയതി ഓൾറെഡി ഒരു CB നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രി ഓൾറെഡി ഉണ്ടോ എന്ന് നോക്കണം. അതില്ലാന്നുണ്ടെങ്കിൽ ആദ്യം ആ എൻട്രി വരുത്തിയതിന് ശേഷം മാത്രം ഇന്നത്തെ എൻട്രി വരുത്തണം. ഓൾറെഡി നമ്മളെല്ലാവരും വരുത്തിയിട്ട് നമ്മൾ ചെക്ക് ചെയ്താണ്. അഥവാ ഇല്ലെങ്കിൽ മാത്രം അത് നോക്കുക. നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. അവിടെ നമ്മൾ എൻട്രി ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി താഴെയുള്ള ആഡ് CB എന്ന് അമർത്തുകയാണ് ചെയ്യേണ്ടത്. ആഡ് CB എന്ന് അമർത്തിയിട്ട് നമ്മൾ പുതിയ എൻട്രി വരുത്തുകയാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ആ എൻട്രി വരുത്തിയതിന് ശേഷം മാത്രമാണ് ഇന്നത്തെ എൻട്രി വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഇങ്ങനെ അന്നപ്രാവശ്യം ദിവസം നമ്മൾ ആ CB നടത്തിയ ഡേറ്റൊക്കെ അവിടെ കറക്റ്റായി വന്നിട്ട് വേറെ ഇഷ്യൂസൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായി നടത്തിയിട്ടുണ്ട്. പുതിയ CBയുടെ എൻട്രി നടത്തിയാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി വന്നുകൊണ്ട് തന്നെ ആഡ് CB അമർത്തുകയാണ്. ആഡ് CB അമർത്തി കഴിഞ്ഞാൽ ഡേറ്റും അതേപോലെ തീം എന്ന് പറഞ്ഞ 2 ടാബ് കാണാം. അതിൽ ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് എൻ്റർ ചെയ്യുക തെറ്റാതെ കറക്റ്റായിട്ട്. അതേപോലെ തീം നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താ എൻ്റർ ചെയ്യേണ്ടത്. പബ്ലിക് ഹെൽത്ത് മെസ്സേജിംഗ് ആണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ്ങും സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് അതും കറക്റ്റ് കുറേ തീം കാണാം. അതിൽ പബ്ലിക് ഹെൽത്ത് മെസ്സേജിങ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്തൊരു മെസ്സേജ് കാണാം, റെക്കോർഡ് ആഡഡ് സക്സസ്ഫുള്ളി. അപ്പോൾ അത് കംപ്ലീറ്റ് ആണ്. നിങ്ങൾ കറക്റ്റായി ചെയ്തിട്ടുണ്ട്. അതുകഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 CB നമ്മൾ 4-ാം തീയതി അതേപോലെ ഈ 12-ാം തീയതി ചെയ്ത CB ഇവിടെ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. നമ്മൾ ഓൾറെഡി എൻ്റർ ചെയ്ത പഴയ CB നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്നത്തെ നമ്മൾ തെറ്റായിട്ട് അഥവാ തീം എങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചാൽ ആ സൈഡിലത്തെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത ഡേറ്റും അതേപോലെ തീം നമുക്കിതിൽ വേണിച്ചാൽ ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്തിയിട്ട് സബ്മിറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് നമുക്ക് തീം തെറ്റായി അടിച്ച് സെലക്ട് ചെയ്യുക, കറക്റ്റ് കൊടുക്കാൻ പറ്റും. നമ്മൾ കറക്റ്റ് അടിച്ചുകൊണ്ട് നമ്മൾ ബാക്ക് അടിക്കുകയാണ്. നമുക്ക് ചേഞ്ച് അഥവാ തെറ്റി അടിച്ച് തിരുത്താൻ പറ്റുന്നു മാത്രം. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പോർഷൻ ട്രാക്കിൽ എൻ്റർ വരുത്തുക. ആർക്കും പൈസ മിസ്സാവരുത്. അപ്പോൾ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. താങ്ക്